ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നെന്ന് കാണാം. ആദ്യം നമുക്ക് റവ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് റവയുടെ കളർ മാറുന്നതിന് മുമ്പുള്ള സ്റ്റേജ് വരെ വറുത്തെടുക്കാം. റവ നമ്മൾ വറുത്തെടുക്കുന്നത് കൊണ്ട് ഉപ്പുമാവ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റായി കിട്ടും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ റവയുടെ കളർ തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്നിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. 2 പച്ചമുളക് ചേർക്കാം. ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റെങ്കിലും വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി കട്ട പിടിച്ച് പോകും. റവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ വെള്ളത്തിൽ കുതിർന്ന് കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിരിക്കണം. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 2 മിനിറ്റെങ്കിലും നമുക്കിത് മൂടി വെക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് 2 മിനിറ്റെങ്കിലും മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ മൂടി തുറക്കാതെ തന്നെ നമുക്ക് 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ അടപ്പ് തുറന്നതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പുമാവിൻ്റെ മുകളിലായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ കട്ടകളില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതിയതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.